ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മണിദേവ് കാഞ്ഞങ്ങാട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് പോയ സമയത്ത് അവിടെ നിന്ന് കൊല്ലങ്കോടുള്ള ചിങ്ങഞ്ചിറയിലുള്ള നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ പോയി ചായയും വടയും കഴിക്കുകയുണ്ടായി. ഒരു അപൂർവ അനുഭവം എന്ന് പറഞ്ഞാൽ പോരാ, വളരെ അപൂർവ അനുഭവം. ഒരു പഴയ പനയോലയിട്ട് മെയ്ത ഒരു ചായക്കട, ചെറിയ ചായക്കട, റോഡിൻ്റെ സെൻട്രലായിട്ട്, അതായത് അവിടെ നിന്നാണ് രണ്ട് റോഡ് തിരിഞ്ഞു പോകുന്നത്. അവിടെ നിന്ന് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴ്വാരത്തിലുള്ള ഒരു കൊച്ചു ഗ്രാമം, ഒരു ഹരിതഭംഗി നിറഞ്ഞ ഒരു ഗ്രാമത്തിൻ്റെ നടുക്ക് തന്നെ ഒരു ചായക്കട. രാവിലെ ഉച്ച വരെ 12 മണി വരെ ടിഫിൻ ഉണ്ടാവും. അതിനുശേഷം മെയിനായിട്ടുള്ളത് ചായയും പരിപ്പ് വടയും ഉഴുന്നുവടയാണ്. ചെല്ലഞ്ചേട്ടനും മക്കളും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ചായക്കടയാണ്. എല്ലാവർക്കും അവരവരുടെ എന്താ പറയണ്ടേ, മീഡിയം ചായ ആയാലും ലൈറ്റ് ആയാലും അതെല്ലാം കൃത്യമായ അളവിൽ എല്ലാവർക്കും ഒരേപോലെ ചായ കൊടുക്കുന്നൊരു മനുഷ്യനാണ് ചെല്ലഞ്ചേട്ടൻ. എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു കവല. ആ കവലയുടെ രണ്ട് സൈഡിലേക്കും റോഡ് പോകുന്നുണ്ട്. ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അവിടേക്ക് ബസ് സർവീസ് ഉണ്ട്. പക്ഷേ എല്ലാ സമയത്തൊന്നുമില്ല, എപ്പോഴെങ്കിലും ഒരിക്കലും. പക്ഷേ ഞാൻ പോയത് ഒരു ഓട്ടോറിക്ഷയിലാണ്. ഇവിടുന്ന് കൊല്ലങ്കോടുന്ന് ചിങ്ങഞ്ചിറ വരെ ഒരു ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ കയ്യിൽ നിന്ന് 150 രൂപയും തിരിച്ചു വരുമ്പോൾ 120 രൂപയാണ് മേടിച്ചത്. പക്ഷേ വളരെ നല്ല പെരുമാറ്റത്തോടു കൂടിയുള്ള ആളുകൾ, വളരെ നല്ല ആളുകൾ, എല്ലാവരും ഒരുപോലെ തന്നെ വളരെ സഹകരിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശം. ആ ചായക്കടയിൽ ഒരു 10,000-ഓളം ആളുകൾ ഒരു ദിവസം വന്ന് ചായ കുടിക്കുന്നുണ്ട്, വടയും കഴിക്കുന്നുണ്ട്. ഞാൻ ചെന്നതിന് ശേഷം തന്നെ 100-400 ആളുകൾ അവിടെ വന്ന് ചായയും വടയും ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. മലപ്പുറം, പാലക്കാട് ജില്ല, അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് പല പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അവിടെ വന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ചായക്കടയെക്കുറിച്ച് അറിഞ്ഞത് തന്നെ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ്. അങ്ങനെയാണ് അവിടേക്ക് പോകാനുണ്ടായ സാഹചര്യം. നല്ല ചായയും വടയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല കോഫി ആയിരുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. എല്ലാവർക്കും അവിടെ പോയി ചായ കുടിക്കാനും വട കഴിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഓക്കെ.